അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരികളിപ്പോൾ ഇവരെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന മണിക്കൂർ കണക്കിനുള്ള വീഡിയോ ഉണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഒന്ന് രണ്ട് വീഡിയോസുകളൊക്കെ കഴിഞ്ഞ കുറച്ച് മുമ്പ് പുറത്തു വിട്ടു. ഇന്നലെ ഇപ്പം ചെറിയൊരു കഷ്ണം കൂടി പുറത്തു വിട്ടിട്ട് ഞങ്ങൾ എന്തോ വലിയൊരു പോത്താമ്പി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്, അത് കാരണമായി സുന്നത്തിമായത്തൊക്കെ ഇവിടെ പിന്നെ ആകങ്ങട്ട് ജഗബോഗാകും, ആകണ്ട് കൊളാവും എന്നുള്ളൊരു എന്തോ ഒരു വലിയൊരു മനസ്സുഖത്തിൽ ഇങ്ങനെ കുത്തിരിക്കുകയാണ് പാവങ്ങൾ. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പലപ്പോഴായി നമ്മൾ വിശദീകരിച്ചതാണ്. അതിലപ്പുറം ഏതായാലും ഒന്നുമില്ല. എന്നാൽ ഇതൊക്കെ പുറത്തു വിടുന്ന സമയത്ത് കുറച്ച് തലയിൽ ഓളം ഉള്ള ഏതെങ്കിലും ഒരുത്തൻ ഓനൊന്ന് ചിന്തിച്ചൂടെ, ഈ ചങ്ങാതി ഈ നൗഷാദ് എന്ന് പറയുന്ന സാധു അത് വിളിച്ചു പറയണത് പോലല്ലോ കാര്യങ്ങളുള്ളത്. ഇതിപ്പോ ശരിക്കും ചിന്തിക്കുമ്പോൾ ഇവരെ സ്വാഹിബുൽ വക്കറ്റ് ആകുന്ന കോമാട്ട് ജാലിൽ അബ്ദുള്ളയും അതുപോലെ തന്നെ ഇവർക്ക് വെള്ളവും വളവും കൊടുത്ത് ഈ തോന്നിവാസങ്ങൾക്ക് മുഴുവനും നമ്മുടെ പ്രസ്ഥാനത്തെയും സുന്നത്തിമായത്തിന്റെ ആൽമീങ്ങളെയും സദത്തുക്കളെയും സമൂഹത്തിന്റെ മുന്നിൽ പിച്ച് ചീന്താനും അത് അവരെ അവഹേളിക്കാനും വേണ്ടി നടക്കുന്ന ഈ ചങ്ങാതിമാർക്ക് വെള്ളവും വളവും കൊടുക്കുന്ന മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന ഒരു ചങ്ങാതിയും ഓൽ രണ്ടാളും സമൂഹത്തിന്റെ മുന്നിൽ പറ്റേ വഷളാവുകയാണ് എന്നുള്ളത് ഈ സാധുക്കൾ മനസ്സിലാക്കണില്ലല്ലോ. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പലപ്പോഴായി നമ്മൾ വിശദീകരിച്ചതാ. എന്നാലും ഒന്നുകൂടി ഒരു പുറത്ത് വിട്ട സ്ഥിതിക്ക് ഒന്നുകൂടി കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, നേരത്തെ പറഞ്ഞു തന്നെ അതൊന്നുകൂടി പറയാം. ഈ മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തി നേരത്തെ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഉള്ള കാലത്ത് അവിടെയൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നു. പക്ഷേ അന്ന് ഇദ്ദേഹം അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നെങ്കിലും അന്ന് ഇദ്ദേഹമായിട്ട് പലപ്പോഴും പല ആളുകളും ഇദ്ദേഹമായി ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിലും, ബന്ധം എന്ന് പറഞ്ഞാൽ ആത്മീയ ബന്ധമല്ല, അവിടെ അവരെ കാണുന്നൊരു ബന്ധം, ആ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വഴിവിട്ട സഞ്ചാരങ്ങൾ വളരെ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള തനി തോന്നിവാസിയായി നടക്കുന്ന ഒരു സാഹചര്യം, അത് നമ്മുടെ ഉലമാന് ബോധ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തെ പറ്റേ ഇയാളെ ഒഴിവാക്കി, ഇയാളെ പറ്റ മാറ്റി നിർത്തി. അന്നും അദ്ദേഹത്തിന് കുറെ മുമ്പ് ഇദ്ദേഹമായി ഒരു ബന്ധം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഇദ്ദേഹം ഇവർ പറയുന്നത് എന്ത്, പിന്നെ എ പി ഉസ്താദിന് 35 കൊല്ലത്തെ ബന്ധമുണ്ട്, 35-40 കൊല്ലത്തെ ബന്ധമുണ്ടെന്നൊക്കെ. അന്നേ ഇദ്ദേഹത്തെ പരിചയമുണ്ട്, അതാണ് സത്യാവസ്ഥ. അതല്ലാതെ 40 കൊല്ലമായിട്ട് 35 കൊല്ലമായിട്ട് ഇങ്ങനെ ആത്മീയമായ ഒരു ഷേഖായിട്ട് ഇയാൾ അങ്ങനെ കൊണ്ടുനടക്കുന്നല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഷേഖുന സുൽത്താനുൽ ഉലമ അവിടുത്തെ മുന്നിലിരിക്കുന്ന ആയിരക്കണക്കിന് മുത്താലിമീങ്ങൾക്ക് ഓരോ ദിവസവും ബുഖാരി സബ് കൊടുത്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ശിഷ്യന്മാരോട് ബഹുമാനപ്പെട്ട ഷേഖുന സുൽത്താനുൽ ഉലമ പലപ്പോഴും അവിടുത്തെ ഷേഖന്മാർ ആരാണ് എന്നും അവിടുന്ന് പോയി കണ്ട മഹത്തുക്കൾ ആരൊക്കെയെന്നും പലപ്പോഴും വിശദീകരിച്ചു കൊടുത്ത കൂട്ടത്തിൽ ഒരിക്കൽ പോലും ഈ മീനങ്ങാടി സുലൈമാനെ പരിചയപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്ന് ഇദ്ദേഹം അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നടന്നിരുന്ന ഒരാളായതുകൊണ്ട് ഇദ്ദേഹത്തെ പരിചയമുണ്ട്, അത്രമാത്രം. അതല്ലാതെ ഇദ്ദേഹം ഒരു ആത്മീയമായ ബന്ധം ഒരിക്കലും ഷെയ്ഖുന സുൽത്താൻ നമുക്ക് ഇല്ല എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെയുള്ള മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ അദ്ദേഹത്തിന്റെ വളരെ നീചമായ പ്രവർത്തനങ്ങൾ കാരണമായി അദ്ദേഹവുമായി എല്ലാവരും അകന്നു നിന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടിയ വ്യക്തിയായിരുന്നു TMC എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഏതായാലും ഇവരിങ്ങനെ നിരന്തര സ്റ്റേജുകൾ കൊണ്ട് നടക്കുന്നത് കൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ഇദ്ദേഹത്തെ ഈ TMC-യെയും നമ്മൾ അദ്ദേഹവുമായി വിട്ടുനിന്നു. കാരണം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളായതുകൊണ്ട് TMC-യുമായി നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് മാറി നിന്നു, അദ്ദേഹത്തെ മാറ്റി നിർത്തി. അങ്ങനെ മാറ്റി നിർത്തിയ സന്ദർഭം അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. ഈ TMC-യുടെ വിഷയം പറയുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ വിഷയം കൂടി പറയാം. ഇവർക്കും വലിയ സംഭവം ഇങ്ങനെ കൊണ്ടുനടക്കേണ്ട, എ പി ഉസ്താദ് എന്തുകൊണ്ട് പോയി, അതുപോലെ ചെറിയ പി ഉസ്താദ് എന്തുകൊണ്ടാണ് മരിച്ചും പോയി എന്നുള്ളത് നമ്മുടെ അന്വേഷണത്തിൽ നമ്മൾ വ്യക്തമായി ഉത്തരവാദിത്തപ്പെട്ട പലരോടും അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട്, ഇദ്ദേഹം അവസാന കാലത്ത് പലപ്പോഴും ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻമാരുടെ അടുക്കൽ ഈ TMC വരാറുണ്ട്, ചെറിയ പി ഉസ്താദിന്റെ അടുക്കൽ വരാറുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ അടുക്കലൊക്കെ വന്ന് അവസാനം മരിക്കുന്നതിന്റെ കുറച്ച് മുമ്പ് ഇദ്ദേഹം പരിപൂർണമായി തൗബ ചെയ്ത് ഈ വ്യക്തിയിൽ നിന്ന് പരിപൂർണമായി മാറി നിന്ന് ഇദ്ദേഹം പരിപൂർണമായ നല്ലൊരു റൂട്ടിലേക്ക് TMC മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, വ്യക്തമായ അന്വേഷണത്തിൽ നമ്മൾ കിട്ടിയതാണ്. ശരിക്കും നമ്മൾ ഈ വിഷയത്തിന്റെ പിന്നാലെ പോയി അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടാണ് ഈ TMC പരിപൂർണമായും വേണ്ടാത്ത ഇദ്ദേഹത്തിന്റെ പിന്നാലെ പോയിട്ട് നടന്ന ആ ഒരു ജീവിതത്തിൽ നിന്ന് TMC മാറിയിട്ട് പരിപൂർണമായും തൗബ ചെയ്തു മടങ്ങി എന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്താണ് കിട്ടിയ ഒരു സത്യസന്ധമായ റിസൾട്ടാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉലമയും ചെറിയ പി ഉസ്താദൊക്കെ ഇദ്ദേഹം മരിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയത്. ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം, ഇവരിങ്ങനെ ഇടയ്ക്കിന് വീഡിയോ പുറത്തുവിടൽ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം, ചാത്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് മീനങ്ങാടി സുലൈമാന് വിശാലമായ സ്ഥലമുണ്ട്. ആ സ്ഥലം ഹിഫ്ദുൽ ഖുർആൻ കോളേജിന് വേണ്ടി അതാക്കി നിർമ്മിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുലമയുടെ അടുക്കൽ എത്തുകയാണ്. അത് ഈ മീനങ്ങാടി സുലൈമാന് ഈ TMC മുഖേന ആരിലൂടെയോ എന്ത് ചെയ്യാണ് ഷെയ്ഖുനയിലേക്ക് എത്തുകയാണ്. സത്യത്തിൽ ഇതൊരു ട്രാപ്പ് ആയിരുന്നു, ഇതൊരു വഞ്ചനയായിരുന്നു, ചതിയായിരുന്നു, നമ്മൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും ഷെയ്ഖുനയുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഷെയ്ഖുന സുൽത്താനുലമക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഇദ്ദേഹത്തെ കുറെ മുമ്പ് പരിചയമുണ്ട്. ഈ മീനങ്ങാടി സുലൈമാനെ ഇദ്ദേഹം ഈ സ്ഥലം കൊടുക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഉസ്താദിന്റെ മുന്നിലേക്ക് എത്തുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടാൽ ആ സ്ഥലം നമ്മുടെ മർക്കസിന് ലഭിക്കും എന്ന് വിവരം ലഭിക്കണം. മർക്കസിന് ലഭിക്കുമ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് വിശാലമായ സ്ഥലമാണ്. ഈ മീനങ്ങാടി സുലൈമാനെ വഞ്ചിച്ചുകൊണ്ട് ചിലപ്പോൾ ഈ മീനങ്ങാടി സുലൈമാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഈ സ്ഥലം കൈക്കലാക്കും. അപ്പോൾ മർക്കസിന് അത് ലഭിക്കുമ്പോൾ സുന്നത്തി ജമാഅത്തിന് അത് വലിയൊരു ഉപകാരമാണ്. സുന്നത്തി ജമാഅത്തിന് അതിലൂടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും.
അതുകൊണ്ട് ഈ സ്ഥലം ഷെയ്ഖുന സുൽത്താനുമായി ബന്ധപ്പെട്ടാൽ മർക്കസിന് ആ സ്ഥലം ലഭിക്കും. കുരുവട്ടൂരികളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് സ്ഥലക്കച്ചവടത്തിന് പോയി. സ്ഥലക്കച്ചവടത്തിനല്ല പോയത്, കച്ചവടം നടത്താനല്ല പോയത്. ഉസ്താദ് ബന്ധപ്പെട്ടാൽ ആ സ്ഥലം ഇദ്ദേഹം മർക്കസിന് കൊടുക്കും, എന്നിട്ട് ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിന്റെ വകയായി കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് അത് ഉസ്താദ് ബന്ധപ്പെട്ടാൽ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ 2 or 3 പ്രാവശ്യം ഇദ്ദേഹവുമായി സംസാരിക്കാൻ പോയിട്ടുണ്ട്. ഇദ്ദേഹം എന്ന് പറയുന്നത് അവിടെ ആ പോകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നൌഷാദിന്റെ പ്രഭാഷണത്തിൽ നമുക്ക് വ്യക്തമാകും. അതുപോലെ തന്നെ ഈ മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ വീഡിയോസിലെ സംസാരങ്ങൾ വ്യക്തമാകും. ഒരിക്കലും ഷെയ്ഖുന സുൽത്താനുൽ ഉലമ മീനങ്ങാടി സുലൈമാനെ ഷെയ്ഖാക്കിയിട്ടോ അതല്ലെങ്കിൽ എന്തോ വലിയൊരു ഹോജയാക്കിയിട്ടോ പോയതല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആ സംസാരങ്ങളിൽ നിന്നും നൌഷാദിന്റെ പ്രഭാഷണം മനസ്സിലാകും. ഇൻഷാ ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഷെയ്ഖുന സുൽത്താനുമ 2 or 3 പ്രാവശ്യം ഇദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഷെയ്ഖുന സുൽത്താനുമ പോവുകയാണ്. എന്തിനീ സ്ഥലം മർക്കസിന് ലഭിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടെ. അങ്ങനെ പോകുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഇയാൾ വലിയ ഹോജായിട്ട് പലരും സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ചതിയായിരുന്നു, ഒരു വഞ്ചനയായിരുന്നു. അതുകൊണ്ടാണ് ഇവർ ഈ വീഡിയോ എടുക്കലും എല്ലാം നടക്കുന്നത്. ഇത് ഇവർ നടത്തിയ ഒരു ഉസ്താദിനെ കെണിയിൽപ്പെടുത്താനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ ഈ ഷെയ്ഖുന സുൽത്താനുമ പോകുന്നു. ഇദ്ദേഹത്തിന്റെ സംസാരം ഇയാൾ പലതും സംസാരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാണ്ട് വലിയായിട്ട് പോയി സംസാരിക്കുകയായിരുന്നെങ്കിൽ ഷെയ്ഖുന സുൽത്താനും അതിന്റെ ഇടയിൽ കയറിയിട്ട് ഇദ്ദേഹത്തോട് ഒരിക്കലും ചോദിക്കില്ലായിരുന്നല്ലോ, നിങ്ങൾ എന്താ നിസ്കരിക്കുന്നില്ല എന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഷെയ്ഖുന സുൽത്താൻ വെച്ച് പറയുന്നുണ്ട് മീനങ്ങാടി സുലൈമാനോട്, നിങ്ങൾ നിസ്കരിക്കാറില്ല എന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഒരു ഷെയ്ഖ് ആക്കിയിട്ട് അല്ലെങ്കിൽ വലിയ ആക്കിയിട്ട് വലിയ ഹോജയാക്കിയിട്ട് ഷെയ്ഖുന സുൽത്താനുമ ഇദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോയതായിരുന്നെങ്കിൽ ഷെയ്ഖുന സുൽത്താനുമ ചോദിക്കോ ഇദ്ദേഹത്തോട്, നിങ്ങൾ എന്താ നിസ്കരിക്കണില്ല എന്ന് കേൾക്കണ്ടല്ലോ? ചോദിക്കൂല. ഇദ്ദേഹം വലിയ ഹോജായിട്ട് ഇങ്ങനെ പലതും ഇതിന്റെ കൂടെ പറയുന്നത്. അപ്പോൾ ഷെയ്ഖുന സുൽത്താനുമ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ജനങ്ങൾക്കൊന്നുകൂടി കാര്യം ബോധ്യപ്പെടും. ഷെയ്ഖുന സുൽത്താനുമയുടെ ആ വാക്ക് ഞാൻ പറയാണ്, അതൊരു വല്ലാത്തൊരു വാക്കാണ്. അത് വരികയാണ് അതിന് മുന്നേ. അത് വീഡിയോയിൽ ഇവർ പറയുന്നുണ്ടല്ലോ, ഒരു പരസ്യത്തിൽ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഷെയ്ഖുന സുൽത്താനുമ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ നിസ്കരിക്കുന്നില്ല എന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഏതായിരുന്നു അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഷെയ്ഖുന പോരുകയാണ്. ഇയാൾ പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നൌഷാദ് പറയുന്നുണ്ട് ഇദ്ദേഹം പല ഉപദേശവും കൊടുത്തു, ഷെയ്ഖുന സുൽത്താൻ AP ഉസ്താദ് സ്വീകരിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, ഷെയ്ഖുന സുൽത്താൻ ഒരു വലിയാക്കി ഷെയ്ഖാക്കി പോയതായിരുന്നുവെങ്കിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ 40 വർഷത്തെ തുടർച്ചയായ പരിചയം ബന്ധം ഷെയ്ഖുന സുൽത്താനും ഇയാൾ നടത്തിയിരുന്നുവെങ്കിൽ ചോദിക്കട്ടെ നൌഷാദെ, കുരുവട്ടൂരികളെ ചോദിക്കട്ടെ, ഷെയ്ഖുന സുൽത്താനും ആ ഉപദേശം സ്വീകരിക്കാതിരിക്കുമോ? 40 വർഷത്തെ ബന്ധം നിങ്ങളൊരു വീഡിയോ എടുത്തിട്ട് പുറത്ത് വിട്ടത്, ആ വീഡിയോ എടുത്ത് കഴിഞ്ഞ് അതോട് ആ ഒരു 2-3 2 or 3 1 2 3 ആ ഒരു കൂടിക്കാഴ്ചയോട് കൂടെ പിന്നെ 40 വർഷത്തെ ബന്ധം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഉപദേശം സ്വീകരിക്കാൻ നടക്കുമോ? അത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലായോ? അത് ഈ 2-3 കൂടിക്കാഴ്ചയോട് കൂടെ ഉസ്താദ് ഇപ്പം നമ്മളെ ഒഴിവാക്കി പോകുന്നു അങ്ങനെ നിങ്ങൾക്ക് തോന്നിയോ? നിങ്ങൾ അത് നേരത്തെ മനസ്സിലാക്കേണ്ടതാണോ? നിങ്ങൾ വീഡിയോ എടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതായിരുന്നാലും ഉസ്താദ് അവിടുന്ന് പോരുന്നു. ഉസ്താദ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്കൊന്നും മുഖവിലേക്ക് നേരത്തെ എടുത്തിട്ടില്ല, അന്നും എടുത്തില്ല. നൌഷാദും പറയുന്നുണ്ടല്ലോ, ഉസ്താദ് ഈ ഞങ്ങളെ ഷെയ്ഖ് എന്ന് പറയുന്ന ഈ സുലൈമാനി പറഞ്ഞതൊന്നും AP ഉസ്താദ് സ്വീകരിച്ചില്ല, അത് ഷെയ്ഖ് ആക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തം എന്നുള്ളൊരു വീഡിയോ ആണ് ഇപ്പൊ ഇന്നലെ പുറത്തു വിട്ട്. എന്താ പേരുള്ളത്? ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമാണ് ഒരു മാന്യതയുള്ള മനുഷ്യന്മാര് ഓരെന്ത് ചെയ്യും? അവിടെ ഇങ്ങനെ പറ്റി ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ ചോദിക്കും, എന്താ ഭക്ഷണം കഴിക്കണില്ലേ, എന്താ ഇരിക്കണില്ല എന്ന് ചോദിക്കും. അത് മാന്യതയാണോ? അത് ഞങ്ങളെ ഷെയ്ഖുനാന്റെ മാന്യതയാണ്. അതിപ്പോ സ്വാഭാവികമല്ലേ? ഭക്ഷണം കഴിക്കുന്ന ചുറ്റുഭാഗത്ത് അവിടെ ഇങ്ങനെ പൂച്ച അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാലാട്ടി നടക്കുന്ന ഏതെങ്കിലും ജീവികളൊക്കെ ഉണ്ടെങ്കിൽ ഐറ്റിയൊക്കെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമല്ലേ? അങ്ങനെ ഈ ചങ്ങായി അവിടെ ഇങ്ങനെ പറ്റി ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട്. ഷെയ്ഖുന ഉസ്താദും അതുപോലെ തന്നെ ചെറിയ ഉസ്താദും ഒക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കണ ചുറ്റാത്തും ഇവരെ ഇങ്ങനെ ഇച്ചാട്ടി വേക്കറ്റ് നടക്കുന്നുണ്ട്. ഏത് ഈ കോമാട്ടി ചാനൽ അബ്ദുള്ള. അപ്പൊ ഷെയ്ഖുന ചോദിച്ചു, എന്താ ഇരിക്കണില്ല എന്ന് ചോദിച്ചു. സ്വാഭാവികമല്ലേ? അപ്പം ഈ ഷെയ്ഖുനാന്റെ അടുക്കൽ ഈ ചങ്ങായി കുറച്ചപ്പുറത്ത് ഇവർ ഇരുന്നു, ഓനും ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഈ ചങ്ങാതി പറയാണ്, ഏത് നൌഷാദ് പ്രസംഗിക്കുകയാണ്, എന്ത് കണ്ടോ ഞങ്ങൾ ഷെയ്ഖുനാന്റെ കൂടെ AP ഉസ്താദ് ഭക്ഷണം കഴിച്ചു. ഓട്ടാ മോയന്റെ എന്താ എനക്ക് പിടിക്കേണ്ടി? അവിടെ സത്യത്തിൽ നിങ്ങളെ കോമാട്ട് ചാനൽ അബ്ദുള്ള AP ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിച്ചല്ലേ? ഷെയ്ഖുന AP ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിച്ചല്ലേ? ഷെയ്ഖുന AP ഉസ്താദ് പറഞ്ഞു ഇജ്ജെന്താ ഇരിക്കണില്ല എന്ന് ചോദിച്ചാൽ AP ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിച്ചല്ലേ? ഷെയ്ഖുന AP ഉസ്താദിന്റെ കൂടെ അന്റെ ഭക്ഷണം കഴിച്ചേക്ക. അതല്ലാതെ അന്റെ ഷെയ്ഖിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ കോമാട്ടി ചാനൽ അബ്ദുള്ളന്റെ കൂടെ ഭക്ഷണം കഴിച്ചേക്കാണെങ്കിൽ ആദ്യം അവിടെ ഇരിക്കേണ്ടത് ആരായിരുന്നു? കോമാട്ടി ചാനൽ അബ്ദുള്ളേനി. എന്നിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യണം? AP ഉസ്താദിന്റെ ഞങ്ങൾ ഇരിക്കട്ടോ എന്നാണ് AP ഉസ്താദ് ഇരിക്കേണ്ടി. ഇത് ചങ്ങാതി ആദ്യം ചെയ്തെന്താ? ഷെയ്ഖുന AP ഉസ്താദ് ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നു. ഇപ്പൊ ഇങ്ങനെ ഏപ്പറ്റ് തൊള്ളാട്ടിങ്ങനെ നിൽക്കണ്. അപ്പൊ സ്വാഭാവികമാണ് ഈ ചങ്ങായി ഇങ്ങനെ തൊള്ളാടിക്കുമ്പോൾ ആരും ചെറിയ ഭക്ഷണത്തിൽ പൊതി കൂടുതലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ഷെയ്ഖുന AP ഉസ്താദ് പറഞ്ഞ ചങ്ങായി ഇരിക്കണില്ലേ എന്ന് ചോദിച്ചു. ഒന്നുമില്ലെങ്കിൽ 2 വർഷം മറക്കുന്നു നക്കി പോയതല്ലേ, ആ അജ്ജുമാണ് ഇവിടെ ഇന്ന് നക്കിക്കോ എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ അർത്ഥം. ഷെയ്ഖുന AP ഉസ്താദ് ഉസ്താദ് മാന്യത ചോദിച്ചു, ഉസ്താദ് ഇരിക്കണില്ലേ എന്ന് ചോദിച്ചു. ആ ചങ്ങായി ഇരുന്നു തിന്നു. ഇതല്ലേ ഇപ്പൊ വീഡിയോ അല്ലാതെ തോലക്കെ ചങ്ങായിമാരല്ലേ? ഇതിന്റെ തോലക്കെ നിങ്ങളെ കയ്യിലുണ്ട്. ഇതൊക്കെ നിങ്ങൾ വലിയ സംഭവമായി കൊണ്ടുനടക്കും.